രാജു പി നായർ കഴിഞ്ഞ 2021 ആക്സിസ് മൈ ഇന്ത്യ കേരളത്തിൽ പ്രൊജക്ട് ചെയ്തത് LDFന് 104 മുതൽ 120 വരെ സീറ്റാണ്. ശരിക്കും കിട്ടിയത് 99 സീറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400 പാറാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് പ്രൊജക്ട് ചെയ്തത്. കിട്ടിയത് എത്രയാണെന്ന് നമുക്കറിയാം. 292 NDAയുടെ നമ്പർ, BJPയുടെ നമ്പർ 240 എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറാണ് പൊതുവെ ആക്സിസ് മൈ ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ ഇവർ മാക്സിമം നൽകിയിരിക്കുന്നത് 90 അത് കുറച്ച് കൂടി പോവോ? 70-80 റേഞ്ചിലാണ് വിജയം എങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാരാണ്, എന്നിട്ടും ആ റേഞ്ചിലെ വിജയം ഉള്ളൂ എങ്കിൽ അതിലൊരു ആത്മപരിശോധന നടത്തുമോ? ഒരാളെ പ്രൊജക്ട് ചെയ്യാതിരുന്നതായിരിക്കുമോ ഒരു പക്ഷേ ഒരു വലിയ തരംഗം ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോഴും 98 സീറ്റിന്മേൽ 100 സീറ്റിനടുത്ത് ഞങ്ങൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനകത്തൊന്നും ആ പ്രതീക്ഷയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPMന്റെ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? CPMനെ സംബന്ധിച്ചോളം CPM ഇടതുപക്ഷമായിട്ട് നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ജനം ഇന്ന് കോൺഗ്രസ് ആണ് ഇടതുപക്ഷം എന്ന് പറയുകയാണ്. അതാണ് പ്രശ്നം. ജനമൊക്കെ പറയുന്നത് ഇന്ന് കോൺഗ്രസ് ആണ് ഇടതുപക്ഷം. നയങ്ങളിൽ, പരിപാടികളിൽ, അതുപോലെ തന്നെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെല്ലാം ഇന്ന് CPM തീവ്ര വലതുപക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സിൽവർ ലൈൻ പോലൊരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ച CPMനെ ഇടതുപക്ഷമായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ KSRTCക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കേണ്ട സർക്കാരിൻ്റെ ബാധ്യത അല്ല എന്ന് പറയുന്നവരെ ഇടതുപക്ഷമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അലനും താഹയും പോലെയുള്ളവരെ ജയിലിലടച്ച CPMനെ ഇടതുപക്ഷമായിട്ട് ആരെങ്കിലും കാണാൻ സാധിക്കും? ഇപ്പോൾ ഇവിടെ പ്രശ്നം ഇടതുപക്ഷമല്ല എന്നുള്ളതാണ്. 92 സീറ്റ് കോൺഗ്രസ് കിട്ടുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന അരുണിന് ആശ്രയിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് 26 സീറ്റ് 33% കണ്ടോ സർവേയിൽ കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് 92 സീറ്റ് കോൺഗ്രസിന് ജയിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന അരുൺ ചിന്തിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം അത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CPMന്റെ അണികൾ പോലും ഇനി പിണറായി വിജയനും CPM അധികാരത്തിലേക്ക് ഇപ്രാവശ്യം വരരുത് എന്ന് ചിന്തിച്ച തെരഞ്ഞെടുപ്പാണ്. അതൊന്നും ഈ പറയുന്ന അഭിപ്രായ സർവേയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഡൈനാമിക്സ് അല്ല. അതിനപ്പുറമുള്ള ഡൈനാമിക്സ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറ, ആ പുതിയ തലമുറ ഇവരെ സംബന്ധിച്ചോളം വളരെ കൃത്യമായിട്ട് അവരിൽ നിന്ന് അകന്നുപോയി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനകത്ത് ശബരിമലയിൽ അവർ എടുത്ത നിലപാട്, യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത നിലപാടുണ്ട്. ഈ പുതിയ തലമുറ CPMന്റെ ആദ്യത്തെ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരോടൊപ്പം ഉറച്ചു നിന്നിരുന്നതാണ്. അവർ മനസ്സിലായി CPM ഇതേ ഒരു ഇരട്ടത്താപ്പാണ് അതിനകത്ത് കാണിച്ചത് എന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ആ പുതിയ തലമുറയും മാറിയിട്ടുണ്ട്. അവർക്ക് കോളേജുകളിൽ ഉൾപ്പെടെ 13 സർവകലാശാലയിൽ 12 വൈസ് ചാൻസലർമാരില്ലായിരുന്നല്ലോ, 64 കോളേജുകൾ പ്രിൻസിപ്പാൾമാരില്ലായിരുന്നല്ലോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് CPM എന്താണ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ അതുപോലെ മതന്യൂനപക്ഷം അരുൺകുമാർ ഇപ്പോൾ അവിടെ മറ്റേ ഇതിനെക്കുറിച്ചെല്ലാം മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ നടപ്പുണ്ട്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി ഗണേശനെ കാറി കയറ്റിക്കൊണ്ട് നടന്നതല്ലേ. അപ്പം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആൾക്കാർ കാണുന്നത് എന്താ? വെള്ളാപ്പള്ളി ഗണേശനെ പോലെ ഒരു വർഗീയവാദിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന പിണറായി വിജയനെ കാണുന്ന മതന്യൂനപക്ഷം BJPയോട് ഭയക്കുന്ന പോലെ തന്നെ CPMനെ ഭയന്നിട്ടുണ്ട്, പിണറായി വിജയനെ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ഏകീകരണം ഇപ്രാവശ്യം കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ ഡൈനാമിക്സും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 98-100 സീറ്റിലേക്ക് ഞങ്ങൾ എത്തുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും ഈ സർവേയിൽ പറയുന്ന കാര്യങ്ങളല്ല. അതിനൊക്കെ അപ്പുറം ഉള്ള ഡൈനാമിക്സ് ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല.